നമസ്കാരം. +1 പ്രവേശനത്തിന് ആവശ്യമില്ലാത്ത സർട്ടിഫിക്കറ്റുകൾക്കായി വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും വില്ലേജ് ഓഫീസുകളും താലൂക്ക് ഓഫീസുകളിലും ഒക്കെ കയറിയിറങ്ങുന്നു. +1 പ്രവേശനത്തിന് നേറ്റിവിറ്റി, വരുമാനം, ജാതി സർട്ടിഫിക്കറ്റ് തുടങ്ങിയവ ഒന്നും ആവശ്യമില്ലെന്ന് നേരത്തെ തന്നെ സർക്കാരിന്റെ ഉത്തരവുണ്ട്. 2021 ഒക്ടോബർ 7 പദ്ധതി നിർവഹണ വിലയിരുത്തൽ നിരീക്ഷണ വകുപ്പ് ഇത് സംബന്ധിച്ച് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഉത്തരവ് ഇറക്കിയിരുന്നു. എന്നാൽ ഇത് അറിയാത്ത പലരും ഇത്തരം സർട്ടിഫിക്കറ്റിനായി ഓഫീസുകളിൽ കയറിയിറങ്ങുകയാണ്. നേറ്റിവിറ്റി, ജാതി എന്നിവ തെളിയിക്കുന്നതിന് SSLC ബുക്ക് മാത്രം മതി. സ്കോളർഷിപ്പ് ആനുകൂല്യം ലഭിക്കുന്നതിനായി SC/ST OEC വിദ്യാർത്ഥികൾക്ക് മാത്രമേ വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളൂ. അതുപോലെ +1 ഏകജാലക പ്രവേശന മാർഗനിർദ്ദേശപ്രകാരം പ്രവേശന സമയത്ത് സർട്ടിഫിക്കറ്റുകളുടെ അസൽ കോപ്പികൾ ഹാജരാക്കിയാൽ മതി. അല്ലാതെ അപേക്ഷ അയക്കുമ്പോൾ വേണ്ട. സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാൻ കാലതാമസം നേരിടുന്നവർക്ക് അവ ഹാജരാക്കുന്നതിന് നിശ്ചിത സമയപരിധി അനുവദിക്കുന്നുണ്ട്. സംവരണ ആനുകൂല്യങ്ങൾക്കുള്ള രേഖകൾ അത് പ്രവേശനത്തിന് ശേഷം നൽകിയാൽ മതി. സംസ്ഥാനത്ത് ജനിച്ചിട്ടുള്ളവർക്ക് ജനന സർട്ടിഫിക്കറ്റോ 5 വർഷം ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ചതിൻ്റെ രേഖയോ ഇതുകൂടാതെ സത്യപ്രസ്താവനയോ ഉണ്ടെങ്കിൽ നേറ്റീവായി പരിഗണിക്കാം. അപേക്ഷകന്റെ SSLC സർട്ടിഫിക്കറ്റിൽ ജാതി രേഖപ്പെടുത്തിയാൽ വില്ലേജ് ഓഫീസർ, തഹസീൽദാർ എന്നിവർ നൽകുന്ന സർട്ടിഫിക്കറ്റിന് പകരമുള്ള അടിസ്ഥാന രേഖയായി ഇത് പരിഗണിക്കാം. വിദ്യാഭ്യാസ രേഖയിൽ മതം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അച്ഛനമ്മമാർ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണെങ്കിൽ അവരിൽ ഒരാളുടെ SSLC രേഖയിലുള്ള ജാതി തെളിവായി പരിഗണിക്കാം. വാട്സാപ്പ് മുഖേന വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കും വിധം പല വിധത്തിലുള്ള അറിയിപ്പുകൾ പ്രചരിക്കുന്നുണ്ട്. വിവിധ ജനസേവന കേന്ദ്രങ്ങളുടെ പേരിലും ഇത്തരം വ്യാജ സന്ദേശങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നു. സൂക്ഷിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള പണം പിടുങ്ങാനുള്ള തട്ടിപ്പിൽ അറിഞ്ഞുകൊണ്ട് ചെന്ന് ചാടരുത്.